CMRL കേസിൽ നിയമപോരാട്ടം നടത്തിയത് അഡ്വക്കേറ്റ് മാത്യു കൊഴുനാടൻ MLA ആയിരുന്നു. മാത്യു കൊഴുനാടൻ ഇപ്പോൾ 24-നൊപ്പം ചേരുന്നു. AV ജയശങ്കറാണ് അദ്ദേഹത്തിനോടൊപ്പം സംസാരിക്കുന്നത്. ഗുഡ് മോർണിംഗ് ജയശങ്കർ, അദ്ദേഹത്തിന് ഒരു സുപ്രഭാതം പറയുക. എന്തായാലും മാത്യു കൊഴുനാടൻ പോരാട്ടം തുടരുകയാണെന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. ഗുഡ് മോർണിംഗ് SKN. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട നിയമസഭയ്ക്ക് അകത്തും പുറത്തും വലിയ പോരാട്ടങ്ങൾ നടത്തിയ വ്യക്തിയാണ് മാത്യു കൊഴുനാടൻ. SFIO കോടതിയിൽ ഇത്തരത്തിലൊരു റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിരുന്ന കാര്യങ്ങൾ അടിവരയിടാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടിയാണ് വന്നെത്തിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ അന്വേഷണ ഏജൻസി അന്വേഷണത്തിൻ്റെ ഭാഗമായ SFIOയുടെ അഭിഭാഷകൻ ഡൽഹി ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ എന്താണോ നമ്മൾ പറഞ്ഞത് അതിനെ പൂർണ്ണമായും ശരിവെക്കുന്ന അടിവരയിടുന്ന റിപ്പോർട്ട് അല്ലെങ്കിൽ സബ്മിഷനാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു, ഈ കടലാസ് കമ്പനി വഴി കോടാനുകോടി കൈക്കൂലി വാങ്ങാനുള്ള അവസരമായി വാങ്ങിയിരുന്നു. അത് പിണറായി വിജയനിലേക്ക് തന്നെയാണ് എത്തുന്നത് എന്ന വ്യക്തമായി. ഇപ്പം ഞാൻ പറയുമ്പോഴായിരുന്നല്ലോ CPM-നും അല്ലെങ്കിൽ ഇവിടുത്തെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഒക്കെ വലിയ ആക്ഷേപവും പരിഹാസവും പ്രശ്നവും അല്ലെങ്കിൽ നിഷേധിക്കലും ഒക്കെ. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായി നടത്തിയ അന്വേഷണം തന്നെ നമ്മൾ പറഞ്ഞിടത്തേക്ക് എത്തുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ജനങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞ കാര്യങ്ങൾ ആധികാരികമായി തെളിവായി തെളിയിക്കാൻ കഴിയുന്നതിലുള്ള സന്തോഷമാണ് ഇപ്പോൾ. ഈ അന്വേഷണം നേരിട്ട് മുഖ്യമന്ത്രിയിലേക്ക് എത്തുമെന്നൊരു പ്രതീക്ഷയുണ്ട്, ഇപ്പോഴും വിശ്വസിക്കുന്നു. ഈ അന്വേഷണം മുഖ്യമന്ത്രിയെ തൊടുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ ഫാക്ട്സ് ഇനിയിപ്പോൾ BJP ആഗ്രഹിച്ചാലും കേന്ദ്ര സർക്കാർ ആഗ്രഹിച്ചാലും മറച്ചു പിടിക്കാൻ കഴിയാത്ത നിലയിലേക്ക് ഇതിൻ്റെ തെളിവുകൾ പുറത്തു വന്നു കഴിഞ്ഞു, തെളിവ് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. അതിനി നിഷേധിക്കാൻ കഴിയില്ല. അത് പിണറായിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് ആർക്കും ഏതൊരു ലേമാൻ പരിശോധിച്ചാലും മനസ്സിലാവും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കോൺഗ്രസ് അല്ലെങ്കിൽ UDF ഇതിനെ ഏത് തരത്തിൽ രാഷ്ട്രീയമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്? കാരണം ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരാൻ നിൽക്കുന്നൊരു ഘട്ടമാണ്. അപ്പോൾ ആദ്യഘട്ടത്തിൽ CPM ഇതിനെല്ലാം ഇത് സുതാര്യമായ ഇടപാടെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിരോധിച്ചത്. പക്ഷേ ഇനി അങ്ങനെ പറയാൻ പറ്റില്ല. ആ ഒരു ഘട്ടത്തിൽ ഇതെങ്ങനെ UDF-ഉം കോൺഗ്രസും ആയുധമാക്കും? ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ ഉന്നയിച്ചൊരു വിഷയം, മാസപ്പടി വിഷയം, വലിയ അഴിമതിയും കൊള്ളയും പിണറായിയും കുടുംബവും നടത്തുന്നുവെന്ന് പറഞ്ഞതിനെ നിഷേധിച്ച CPM മറുവശത്ത് വന്നു. ഇവിടുത്തെ മന്ത്രിമാരടക്കം ഒരു സംസ്ഥാന സർക്കാരിൻ്റെ മുഴുവൻ സംവിധാനം ഉപയോഗിച്ച് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെ നിഷേധിക്കാനും ഇല്ലായ്മ ചെയ്യാനും മൂടിവെക്കാനും പരിശ്രമിച്ചു. അതിൻ്റെ ഇടയിൽ കോടതിയുടെ ഇടപെടലിലൂടെ കേന്ദ്ര സർക്കാരിൻ്റെ SFIOയുടെ അന്വേഷണം വരുന്നു. ആ SFIOയുടെ അന്വേഷണവും ഞങ്ങൾ പറഞ്ഞ സമാനമായ കാര്യങ്ങൾ അല്ലെങ്കിൽ അതേ രീതിയിൽ കണ്ടെത്തുകയും അത് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ഞങ്ങൾ എന്താണോ പറഞ്ഞത് അതിനെ തന്നെ ശരിവെക്കുന്ന നിലയിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ജനങ്ങളോട് വീണ്ടും ഈ ഞങ്ങൾ പറഞ്ഞതിലെ കാര്യങ്ങൾ സത്യസന്ധത ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ളൊരു അവസരമായാണ് ഞങ്ങൾ കാണുന്നത്. തീർച്ചയായിട്ടും മാസപ്പടി എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ ജനങ്ങൾ ഇനിയിപ്പോൾ ഈ മാസപ്പടിയിൽ പിണറായിയും കുടുംബവും നടത്തിയ കൊള്ളയും അഴിമതിയും കോടാനുകോടി കൈക്കൂലി വാങ്ങി എന്നതും വിശ്വസിക്കാത്തതായി അംഗീകരിക്കാത്തതായി ആകെ ബാക്കിയുള്ളത് CPM എന്ന പാർട്ടിയും പിണറായിയുടെ കുടുംബവും മാത്രമാണ്. സാധാരണ കമ്മ്യൂണിസ്റ്റുകാരടക്കം ഈ അഴിമതി നടന്നതായി വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനി CPM ഇനിയും എത്ര കാലം ഇങ്ങനെ പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുമെന്ന് മാത്രമേ കണ്ടറിയേണ്ടതുള്ളൂ. നിയമപോരാട്ടം തുടരും. തീർച്ചയായിട്ടും ഞാൻ ഈ പോരാട്ടം അന്ന് തുടങ്ങി വെച്ചപ്പോൾ ജനങ്ങളോട് പറഞ്ഞ വാക്കാണ്, എന്നാൽ കഴിയുന്നത് പോലെ ഇതിൻ്റെ അറ്റം വരെ പോരാടുമെന്ന് പറഞ്ഞു. ആ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഇതുപോലെ വരുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും പോരാട്ടത്തിന് ശക്തി പകരുന്നതാണ്. ആദ്യഘട്ടത്തിൽ സഭയിൽ ഉൾപ്പെടെ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ സ്വന്തം ഭാഗത്തു നിന്ന് കോൺഗ്രസ് അല്ലെങ്കിൽ UDF ക്യാമ്പിൽ നിന്ന് വലിയ പിന്തുണ ലഭിച്ചിരുന്നില്ല. പിന്നീടൊരു ഘട്ടത്തിലാണ് അതുണ്ടാകുന്നത്. പക്ഷേ അത് യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതോടുകൂടി ഇപ്പോൾ കൂടുതൽ പാർട്ടിയുടെയും മുന്നണിയുടെയൊക്കെ ഒരു പിന്തുണയില്ലേ? ആദ്യഘട്ടത്തിൽ ഇല്ലാതിരുന്ന ഒരു പിന്തുണ ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ? അല്ല, ആദ്യഘട്ടം രണ്ടാം ഘട്ടം എന്നുള്ള ഇപ്പോൾ തീർച്ചയായിട്ടും UDF അതിൻ്റെ ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ സർക്കാരിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ കൊണ്ടുവന്ന അറ്റാക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുന്തമനയായിരുന്നു മാസപ്പടി എന്ന് പറയുന്നത്. അത് പാർട്ടിയും മുന്നണിയും എല്ലാം എനിക്കതിന് പിന്തുണ നൽകി. പിന്നെ ആദ്യഘട്ടങ്ങളിൽ ഇത് ഉന്നയിച്ച് അതിനൊരു റൈപ്പായി വരേണ്ട അല്ലെങ്കിൽ അതിനൊരു സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു സമയമുണ്ടല്ലോ. ആ സമയത്ത് അതിന് മുന്നിൽ നിന്നത് ഞാനാണെന്നുള്ളൂ. അതിനുശേഷം എല്ലാ നേതാക്കന്മാരും ഒരുപോലെ നിന്നാണ് ഞങ്ങൾ അറ്റാക്ക് ചെയ്യുന്നത്. പാർട്ടിയുടെ പൂർണ്ണമായ പിന്തുണ, മുന്നണിയുടെ പൂർണ്ണമായ പിന്തുണ ഈ വിഷയത്തിലുണ്ട്. ആത്മവിശ്വാസത്തോടുകൂടി മുമ്പോട്ട് പോകും.
എന്തായാലും എസ്കേൻ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട SFI വിഷയവുമായി ബന്ധപ്പെട്ട തുടർ നിയമ പോരാട്ടങ്ങളും രാഷ്ട്രീയ പോരാട്ടങ്ങളും തുടരുമെന്നാണ് മാത്യു കുഴൽനാടൻ പറയുന്നത്. ആദ്യഘട്ടത്തിൽ ഇല്ലായിരുന്ന പിന്തുണ പാർട്ടി ഇപ്പോൾ എല്ലാവിധത്തിലും പിന്തുണ നൽകുന്നുണ്ട്. അത്തരത്തിൽ പോരാട്ടവുമായി മാത്യു കുഴൽനാടൻ പോകുന്നു. ഇനി SFI വിഷയം ഭരണപക്ഷം ത്തിനെതിരെ UDF-ഉം കോൺഗ്രസും ഏത് തരത്തിൽ ആയുധമാക്കുമെന്നത് വരും മണിക്കൂറുകളിൽ നേരിട്ട് തന്നെ അറിയാം എസ്കേൻ. ഓക്കെ, താങ്ക് യു. AV ജയശങ്കറാണ് വിവരങ്ങളുമായി ചേർന്നത്.